മോദിയെ ഞെട്ടിച്ച് റിസർവ് ബാങ്ക്. മോദിയുടെ ആദ്യ പരീക്ഷണത്തിനേറ്റ അടിയാണ് ഇതുവഴി റിസർവ് ബാങ്ക് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. ആദ്യ ഊഴത്തിൽ മോദി പ്രധാനമന്ത്രിയായതിനു ശേഷം എടുത്ത രാജ്യത്തെ ഒറ്റയടിക്ക് നന്നാക്കി കളയാമെന്നൊരു വിചിത്ര തീരുമാനത്തിനു കൂടിയുള്ള അടി കൂടിയാണ് ഇത് എന്ന് പറയാതിരിക്കാൻ വയ്യ. പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, 2000 രൂപ നോട്ടിനെ കുറിച്ചാണ്. പിൻവലിച്ച് 2 വർഷത്തിനു ശേഷവും 6266 കോടി രൂപ മൂല്യമുള്ള 2000 രൂപയുടെ നോട്ടുകൾ ഇപ്പോഴും പ്രചാരത്തിലുണ്ട് എന്നത് ഔദ്യോഗികമായ കണക്കുകളാണ്. 2023 മെയ് 19-നാണ് 2000 രൂപ മൂല്യമുള്ള നോട്ടുകൾ പ്രചാരത്തിൽ നിന്നും പിൻവലിക്കുന്നതായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രഖ്യാപിച്ചത്. RBI പിൻവലിച്ചു എങ്കിലും പ്രചാരത്തിലുള്ള 2000 രൂപ നോട്ടുകൾ ഇപ്പോഴും നിയമസാധുതയുള്ളതായി തുടരുകയാണ്. പിൻവലിക്കൽ പ്രഖ്യാപിച്ച 2023 മെയ് 19-ന് വ്യാപാരം അവസാനിപ്പിക്കുമ്പോഴും 3.56 ലക്ഷം കോടി മൂല്യമുള്ള 2000 രൂപ നോട്ടുകളായിരുന്നു പ്രചാരത്തിൽ ഉണ്ടായിരുന്നത് എന്നുമാണ് RBI അറിയിക്കുന്നത്. 2025 ഏപ്രിൽ 30-ന് വ്യാപാരം അവസാനിപ്പിക്കുമ്പോൾ ഇത് 6266 കോടി രൂപയായി കുറയുകയും ചെയ്തു. ഇതോടെ 2023 മെയ് 19 വരെ പ്രചാരത്തിൽ ഉണ്ടായിരുന്ന 2000 രൂപ നോട്ടുകൾ 98.24% അതിനുശേഷം തിരിച്ചെത്തി എന്ന് RBI അറിയിക്കുമ്പോഴും ബാക്കി വരുന്ന തുക വീണ്ടും അങ്ങനെ തന്നെ നിൽക്കുകയാണ്. പിൻവലിച്ച 2000 രൂപ നോട്ടുകൾ നിക്ഷേപിക്കാനോ അല്ലെങ്കിൽ മാറ്റിവാങ്ങാനോ ഉള്ള സൗകര്യം 2023 ഒക്ടോബർ 7 വരെ എല്ലാ ബാങ്ക് ശാഖകളിലും ലഭ്യമായിരുന്നു. റിസർവ് ബാങ്കിന്റെ 19 ഇഷ്യൂ ഓഫീസുകളിലും ഈ സൗകര്യം ഇപ്പോഴും ലഭ്യമാണ്. 2023 ഒക്ടോബർ 9 മുതൽ RBI ഇഷ്യൂ ഓഫീസുകൾ വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നിക്ഷേപിക്കുന്നതിനായി 2000 രൂപ നോട്ടുകൾ സ്വീകരിച്ചു തുടങ്ങിയതാണ്. പിൻവലിച്ച 2000 നോട്ടുകൾ നിക്ഷേപിക്കാനോ അല്ലെങ്കിൽ മാറ്റിവാങ്ങാനോ ഉള്ള സൗകര്യം 2023 ഒക്ടോബർ 7 വരെ എല്ലാ ബാങ്ക് ശാഖകളിലും ലഭ്യമാക്കുകയും ചെയ്തു. പക്ഷെ അപ്പോഴും 6266 കോടി രൂപ മൂല്യമുള്ള 2000 രൂപ ഇന്നും പ്രചാരത്തിലുണ്ട് എന്നും അത് തിരികെ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. കള്ളപ്പണത്തെയൊക്കെ ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ട് മോദി കൊണ്ടുവന്ന ഈ പദ്ധതിയിൽ ഇനിയും ബാക്കി അവിടെ തന്നെ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ആദ്യ പരീക്ഷണത്തിന് തന്നെ മനുഷ്യനെ വെയിലും മഴയും കൊള്ളിപ്പിച്ചതിനേറ്റ വലിയ തിരിച്ചടിയാണ് ഈ കാണുന്നത്. റിസർവ് ബാങ്കിന്റെ കണക്കുകൾ പുറത്തു വരുന്നതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതും ഇത് തന്നെയാണ്.